രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 9ാമത്തെ ദശകമാണ്, 4ാമത്തെ ശ്ലോകമാണ്, 91ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. ചൊവ്വാഴ്ച 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം കിട്ടും. ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് കിട്ടും. ഇതുവരെ തുടങ്ങിയിട്ടില്ല, തുടങ്ങും. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും. എല്ലാ വെള്ളിയാഴ്ചയും സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് കിട്ടും. അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെയും ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെയും ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. പിന്നെ ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, ഷോർട്ട് വീഡിയോസ് ഉണ്ട്. പിന്നെ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥയുണ്ട്. രാധികാ കവചൻ 2 ഉണ്ട്, ഇത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. അതുകൂടാതെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട് എന്ന് മാത്രവുമല്ല, പിന്നെ മോർണിംഗ് മെസ്സേജ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് രാവിലെ 5:30 മണിക്ക് നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടും. പുതിയ ഒരു ഉണർവോടുകൂടി ഒരു ദിവസം തുടങ്ങാൻ അത് സഹായിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പാടിത്തരുന്നത് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ സുനിലാണ്. സുനില് നമുക്ക് നാരായണീയം പാടുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൗന്ദര്യ ലഹരിയും പാടുന്നുണ്ട്. രാധേ രാധേ ചാനലിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സുനിൽ എന്ന് പറയുന്നത്. രാധേ രാധേ ചാനൽ തുടങ്ങിയ കാലഘട്ടം മുതൽക്കേ സുനിൽ ഞങ്ങളുടെ കൂടൊപ്പം ഉണ്ട്. സുനിലും ഞാനും തമ്മിൽ ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഗുരുവായൂർ വരാനായിട്ട് വന്നപ്പോൾ സുനിലും വൈഫും മക്കളും എല്ലാം കൂടെ എന്നെ കാണാനായിട്ട് തൃശ്ശൂർ വന്ന് അവിടെ വെച്ച് ഞാൻ സുനിലിനെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് സുനിൽ. അപ്പം ആ സുനിലാണ് അതിമനോഹരമായി ശ്രീകൃഷ്ണ ഭക്തിയിൽ ലയിച്ചുകൊണ്ട് ആ ഗാനത്തിൽ ഇഴുകി ചേർന്നുകൊണ്ട് അതിമനോഹരമായിട്ട് സുനിൽ ഇത് ആലപിക്കുകയാണ്. കേട്ടുകൊള്ളൂ, അതിനുശേഷം ഞാൻ ക്ലാസ് തുടങ്ങാം. തതസ്സകലനാളികാ വിവരമാർഗഗോമാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സന്തൃഷ്ടവാൻ നിവൃത്യ കമലോധരേ സുഖനിഷണ്ണ ഏകാഗ്രതീ സമാധിബലമാദധേ ഭവദനുഗ്രഹൈകാഗ്രഹീ. അപ്പോൾ നമ്മുടെ സുനിൽ അത് മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി നോക്കേ, തഥ സകല നാളിക വിവര മാർഗഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സം ദൃഷ്ടവാൻ നിവൃത്യ കമലോധരേ സുഖനിഷണ്ണ ഏകാഗ്രതീ സമാധി ബലമാധതേ പവധനുഗ്രഹൈകാഗ്രഹി. ഇനി നമുക്ക് അർത്ഥം നോക്കാം. തഥാ അർത്ഥം പിന്നെ, സകല നാളിക വിവരമാർഗേ, സകല നാളിക വിവരമാർഗേ അർത്ഥം താമര നാളത്തിൻ്റെ എല്ലാ വിടവുകളിലും, താമര നാളത്തിൻ്റെ എല്ലാ വിടവുകളിലും. മാർഗയൻ അർത്ഥം അന്വേഷിക്കുന്നവനായി. പ്രയസ്യ അർത്ഥം പ്രയാസപ്പെട്ടിട്ട്. ശതവത്സരം അർത്ഥം 100 വർഷക്കാലം. കിമപി ഒന്നും തന്നെ. നൈവ സംദൃഷ്ട എന്ന ദൃഷ്ടവാൻ എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ കാണാത്തവനായി. നിവൃത്തിയ തിരികെ വന്ന്, നിവൃത്തിയ അർത്ഥം തിരികെ വന്ന്. കമലോദരേ, കമലോദരേ താമരപ്പൂവിൽ. സുഖനിഷണ്ണ സുഖമായി ഇരുന്നു. ഏകാഗ്രതി ഒരു വിഷയത്തിൽ തന്നെ ഉറച്ച മനസ്സുള്ളവനായി. ഏകാഗ്രതി ഒരു വിഷയത്തിൽ തന്നെ ഉറച്ച മനസ്സുള്ളവനായി. സമാധി ബലം ആദധേ സമാധി ബലത്തെ സ്വീകരിച്ചു. ഭവദനുഗ്രഹൈ ഭഗവാന്റെ അനുഗ്രഹമെന്ന. ആഗ്രഹി ഒരേ ഒരാഗ്രഹം മാത്രം ഉള്ളവനായി. ഒരേ ഒരാഗ്രഹം മാത്രം ഉള്ളവനായി. ഇനി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ. എന്നോടെല്ലാവരും സാറേ ധർമ്മപദം കണ്ടിന്യൂ ചെയ്യണം, ധർമ്മപദം കണ്ടിന്യൂ ചെയ്യണം, അത് ഭയങ്കര പ്രയോജനകരമാണെന്നും പറഞ്ഞ് നിരവധി പേരാണ് എന്നെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനത് ആലോചിക്കുന്നുണ്ട്, ധർമ്മപദം കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും കാണണം. കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു അമ്പലത്തിലും പോകാത്ത ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായിട്ട് മാറിയത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. പിന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്താണ് എൻ്റെ രീതി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി. ഞാൻ ഇടയ്ക്ക് വെച്ച് അഡ്മിഷൻ എടുക്കാറില്ല. ഓരോ ബാച്ചും തുടങ്ങുമ്പം തുടക്കം തൊട്ട് എൻ്റെ കൂടെ വേണം, അതാണ് എൻ്റെ ഒരു രീതി. അപ്പം നമുക്കിതിനി അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, പിന്നീട് ആ ബ്രഹ്മാവ് താമരനാളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ താമരയ്ക്കകത്ത് വലിയ ഒരു ദ്വാരം നടുക്ക്, അതിൻ്റെ അടിയിലൂടെ അതിനകത്ത് തണ്ടുണ്ട്, ആ തണ്ടാണ് നാളം. അപ്പോൾ പിന്നീട് ആ ബ്രഹ്മാവ് താമരനാളത്തിൻ്റെ
എല്ലാ വിടവുകളിലും അന്വേഷിച്ചു. 100 വർഷം അതിനു വേണ്ടി ചെലവിട്ടു. എന്നിട്ടും ബ്രഹ്മാവിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ബ്രഹ്മാവ് തിരിച്ചു വന്ന് താമരയ്ക്കുള്ളിൽ സുഖമായിട്ടിരുന്ന് ഏകാഗ്രമായ മനസ്സോടെ ഇനി എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, അത് ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നതാണ്. അങ്ങനെ ചിന്തിച്ച് സമാധി ബലത്തെ സ്വീകരിച്ച് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് ധ്യാനത്തിൽ ഇരുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പൊ ബ്രഹ്മാവ് താമര നാളത്തിലൂടെ ഇറങ്ങി അതിൻ്റെ എല്ലാ വിടവുകളിലും 100 വർഷം അന്വേഷിച്ചു ഭഗവാനെ. എന്നിട്ട് ഭഗവാനെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. തിരിച്ചു വന്ന് താമരപ്പൂവിൻ്റെ പുറത്ത് സുഖാസനത്തിൽ അങ്ങോട്ട് ഇരിക്കുകയും മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുകയും ഇനി എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, അതെൻ്റെ ഭഗവാനെ കാണുക എന്നതാണെന്ന് വിചാരിച്ച് ധ്യാനം തുടങ്ങി. ഇനി നമുക്ക് ഓരോ വരിയായിട്ട് നോക്കാം. ഒന്നാമത്തെ വരി തത സകല നാളിക വിവരമാർഗകോ മാർഗയൻ. തത പിന്നെ സകല നാളിക വിവരമാർഗകോ, താമര നാളത്തിൻ്റെ എല്ലാ വിടവുകളിലും പിന്നെന്താണ് മാർഗയൻ, മാർഗയൻ അന്വേഷിക്കുന്നവനായി. അതാണ് എന്താണ് ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. താമരയുടെ നടുക്ക് ഒരു വലിയ ദ്വാരം ഇല്ലേ, നമ്മൾ സാധാരണഗതിയിൽ അതിൻ്റെ ആ പൂമ്പൊടിയൊക്കെ ഇരിക്കുന്ന ആ ഭാഗം. അപ്പൊ താമരയുടെ നടുക്കൊരു വലിയ ദ്വാരം, ആ ദ്വാരത്തിലൂടെ താഴോട്ടിറങ്ങി. അപ്പൊ നമുക്കറിയാം എപ്പോഴും താമര അതിൻ്റെ തണ്ടുമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വലിയ താമരയുടെ ദ്വാരത്തിലൂടെ ഭഗവാനെ തേടിയുള്ള ബ്രഹ്മാവിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഈ താമര നാളത്തിന് നിരവധി വിടവുകളുള്ളതായി ബ്രഹ്മാവ് കണ്ടെത്തി. ഈ താമര നാളത്തിലേക്ക്, അതായത് താമര പൂവിൽ നിന്നും അതിൻ്റെ തണ്ടിലേക്ക് ഭഗവാൻ ഇറങ്ങി വന്നപ്പോൾ ആ താമര നാളത്തിന് നിരവധി വിടവുകളുള്ളതായിട്ട് ബ്രഹ്മാവ് കണ്ടു. അപ്പൊ ഇതിലേതെങ്കിലും ഒരു വിടവിൽ നിശ്ചയമായും ഭഗവാൻ ഉണ്ടാകും എന്ന് ബ്രഹ്മാവ് അവിടെ വച്ചങ്ങ് ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ഈ നാളത്തിലൂടെ ഇറങ്ങി ഇതിൻ്റെ അറ്റം വരെ പോകണം, ഇതിലേതെങ്കിലും ഒരു വിടവിൽ ഭഗവാൻ കാണും എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയാണ് പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ. പ്രയസ്യ പ്രയാസപ്പെട്ടിട്ട്, ശതവത്സരം 100 വർഷം, കിമപി ഒന്നും തന്നെ, കണ്ടില്ലേ, നൈവ സംദൃഷ്ടവാൻ കാണാത്തവനായി. അതായത് നമ്മുടെ ബ്രഹ്മാവ് യോഗബലത്തെ ആശ്രയിച്ചുകൊണ്ടാണ് താമരനാളത്തിലൂടെ ഇറങ്ങി അന്വേഷണം തുടങ്ങിയത്. അപ്പൊ എന്താണ് ഈ യോഗബലം എന്ന് പറയുന്നത്? നിരന്തരമായ സാധനയിലൂടെ, നമ്മുടെയൊക്കെ ഒരു ഭാഷയിൽ മെഡിറ്റേഷൻ എന്ന് പറയാം, പക്ഷെ അത് പൂർണ്ണ മെഡിറ്റേഷൻ അല്ലത്. നിരന്തരമായ സാധനയിലൂടെ ആത്മീയ ബലം കിട്ടുന്നതും അസാധാരണമായ സിദ്ധികൾ ലഭിക്കുന്നതുമായ ഒന്നാണ് യോഗബലം. ഈ യോഗബലം കിട്ടുന്നവരാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കാം, അന്തരീക്ഷത്തിൽ നിന്ന് എന്താണ് പിന്നെ ഫ്രൂട്ടോ അവർ ആഗ്രഹിക്കുന്നത് എന്തും എടുക്കാം, വായുവിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കാം. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ മേപ്പോട്ട് ചാടിയാൽ താഴോട്ട് വീണു പോകും. അവരങ്ങനല്ല, അവർക്ക് വായുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയും. തൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ അവരുടെ മനസ്സിലുള്ളത് വായിക്കാൻ പറ്റും. ഇതാണ് യോഗബലം. ഈ യോഗബലത്തിൽ വീണു പോകുന്നവരാണ് നിങ്ങൾ ഇന്ന് ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന പലരും. നിങ്ങൾ ഇന്ന് ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന പലരും ഈ യോഗബലം വരുമ്പോൾ വീണു പോകുന്നതാണ്. കാരണം നിങ്ങളിൽ അവരിൽ ദിവ്യത്വം കാണാം, പക്ഷെ ഈ യോഗബലത്തെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ കാണുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ യോഗബലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ യോഗബലത്തെ ആശ്രയിച്ച് താമരത്തണ്ടിലെ സകല വിവരങ്ങളും തേടി ബ്രഹ്മാവിങ്ങനെ സഞ്ചരിക്കുകയാണ്. താമരത്തണ്ടിനകത്ത് എന്തൊക്കെ ഉണ്ട്, അതിൻ്റെ വിടവുകളിൽ എന്തൊക്കെ ഉണ്ട്, ഭഗവാനുണ്ടോ, ഭഗവാനല്ലാതെ എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ അന്വേഷിച്ച് പോയ ബ്രഹ്മാവ് കാലം കടന്നു പോയതറിഞ്ഞില്ല.
100 വർഷം കടന്നുപോയി. അങ്ങനെ 100 വർഷം ഇതിനകത്തിരുന്ന് പരിശോധിച്ചിട്ടും ഭഗവാനെ കാണാൻ പറ്റിയില്ല, ഒന്നും കണ്ടില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വാക്കുണ്ട്, കിമബി നൈവ സന്തൃഷ്ടവാൻ. കിമബി നൈവ സന്തൃഷ്ടവാൻ എന്നാണ്. അതായത് ഭഗവാനെ മാത്രമൊന്നല്ല, ഒന്നിനെയും കണ്ടില്ല, ഒന്നിനെയും കണ്ടില്ല. ഭഗവാനെ മാത്രമല്ല, ഒരു കുഞ്ഞ് എറുമ്പോ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനകത്തങ്ങ് ഒരു കുഞ്ഞു മഞ്ഞുതുള്ളി പോലും എന്ത് ചെയ്തില്ല, കണ്ടില്ല. അപ്പൊ നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ബ്രഹ്മാവിനെ പോലെ അന്വേഷണം തുടരണം. നമ്മളൊക്കെ ജീവിതമെന്ന താമരയ്ക്കകത്തിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് താമരയ്ക്കകത്തിരുന്ന് 100 വർഷം ഭഗവാനെ തേടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളുമെല്ലാം ജീവിതമെന്ന താമരയുടെ പുറത്തിരിക്കുകയാണ്. ആ താമരയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കയ്യിൽ പരമാവധി 60 70 വർഷം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ കുറേ കാലം ബാല്യവും കുറേ കൗമാരവും ഒക്കെ ആയിട്ട് പിന്നെ യൗവനവും ഒക്കെ ആയിട്ട് കടന്നു പോകും. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പരമാവധി എത്ര വർഷമാണ്? ഒരു 20 25 വർഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ബ്രഹ്മാവിന് 100 വർഷം ഉണ്ടായിരുന്നു, നമുക്കത്രയും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലൗകിക ചിന്തകളിൽ മുഴുകി പാഴാക്കാതെ ഈ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകുന്ന 60 70 വർഷം ഭഗവാനെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവന് ഈ ജന്മത്ത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും വരും ജന്മത്തെങ്കിലും നിശ്ചയമായും കണ്ടെത്താൻ കഴിയും. ഈ ജന്മത്ത് നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ അതൊന്നും പാഴാകത്തില്ല. അതിൻ്റെ പൂർത്തീകരണം നിങ്ങൾക്ക് വരും ജന്മത്തെങ്കിലും കിട്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ട് കയ്യിലിരിക്കുന്ന തുച്ഛമായ ഈ വർഷം ലൗകിക ചിന്തകളിൽ മുഴുകാതെ നിങ്ങൾ ഭഗവാനെ തേടി നടക്കുക എന്നാണ് പറയുന്നത്. കാരണം ഈ ലൗകിക ചിന്തകളിൽ മുഴുകിയിട്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ എന്ന് കൂട്ടുകാര് ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഒടുവിൽ നമ്മൾ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് ടപേന്ന് കുമിള പൊട്ടുന്ന കണക്ക് പൊട്ടും. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ ഭഗവാനെ മറന്ന് ഫുൾ ടൈം ജീവിച്ചത് അവരെല്ലാം നിങ്ങളെ ഒറ്റയടിക്ക് മറക്കുന്നത് കാണാം. നിങ്ങൾ മരിച്ചൊരു 4-5 വർഷമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ ഒരു മനുഷ്യരും ഓർക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ലൗകിക ജീവിതം പാഴാക്കി കളയുന്നത്. അതുകൊണ്ട് അത് ചെയ്യാതെ ബ്രഹ്മാവ് ഭഗവാനെ അന്വേഷിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള 60-70 വർഷമാണുള്ളത്. അതിൽ തന്നെ ഒരു 10-40 വർഷം അല്ലാതെ ജീവിക്കും. ശേഷിക്കുന്ന ഒരു 20-25 വർഷമെങ്കിലും ഭഗവാനെ തേടി നടക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 3-ാമത്തെയും 4-ാമത്തെയും ശ്ലോകം അത് ഒന്നിച്ചു നോക്കേണ്ടതാണ്. നിവൃത്യ കമലോദരേ സുഖനിഷണ്ണ ഏകാഗ്രതി സമാധി ബലമാധതേ ഭവദനുഗ്രഹൈകാഗ്രഹി. അപ്പം നിവൃത്തിയെ എന്ന് പറഞ്ഞ ബ്രഹ്മാവ് തിരികെ വന്ന് കമലോദരേ താമരപ്പൂവിൽ സുഖനിഷണ്ണ സുഖമായി ഇരുന്നു. ഏകാഗ്രതി ഒരു വിഷയത്തിൽ തന്നെ ഉറച്ച മനസ്സുള്ളവരായി. സമാധി ബലം അതതേ എന്നിട്ട് എന്ത് ചെയ്തു? സമാധി ബലത്തെ സ്വീകരിച്ചു. ഭവദനുഗ്രഹി ഭഗവാന്റെ അനുഗ്രഹമെന്ന ആഗ്രഹി ഒരേ ഒരാഗ്രഹം മാത്രമുള്ളവനായി. അപ്പൊ എന്താണ് ഈ 3ഉം 4ഉം വരിയിൽ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഭഗവാനെ തേടി അലഞ്ഞ ബ്രഹ്മാവ്, അങ്ങനെ ഭഗവാനെ തേടി അലഞ്ഞ ബ്രഹ്മാവ് ഭഗവാനെയും കണ്ടില്ല, മറ്റൊരു ജീവജാലങ്ങളെയും കണ്ടില്ല, ഒരു മഞ്ഞിൻ കണിക പോലും കണ്ടില്ല. അങ്ങനെ ഒന്നും കാണാതെ 100 വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് താമരപ്പൂവിൽ തന്നെ എത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവിന് അവിടെ വെച്ച് ഒരു കാര്യം മനസ്സിലായി. യോഗബലം കൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റ് അഭ്യാസങ്ങൾ കൊണ്ടോ ഒന്നും ഭഗവാനെ കിട്ടില്ല എന്ന് അവിടെ വെച്ച് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ടോ യോഗ കൊണ്ടോ മറ്റ് അഭ്യാസങ്ങൾ കൊണ്ടോ ഒന്നും ഭഗവാനെ കിട്ടില്ല. ഇത് ബ്രഹ്മാവിന് മനസ്സിലായി. തുടർന്ന് ബ്രഹ്മാവ് താമരയിൽ സുഖമായിട്ടങ്ങനെ ഇരുന്നു. എന്നിട്ട് മനസ്സിനെ
ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചു. അതായത് ചതുർഭുജ ബാഹുവായ സാക്ഷാൽ മഹാവിഷ്ണുവിൽ ആ മനസ്സുറപ്പിച്ചു. മറ്റാഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ ഒരാഗ്രഹത്തിൽ മാത്രം മനസ്സുറപ്പിച്ചു. ആ ആഗ്രഹം ഇതാണ്, ഭഗവാന്റെ അനുഗ്രഹം നേടണം എന്ന ഒരേ ഒരാഗ്രഹം. ഇവിടെ ധ്യാനത്തിന് വേണ്ടി യോഗനിഷ്ഠ ബ്രഹ്മാവ് സ്വീകരിക്കുന്നു. അതായത് ഒന്നാമതായിട്ട് ബ്രഹ്മാവ് സുഖകരമായ ആസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പത്മാസനമാകാനാണ് സാധ്യത എന്നാണ് പണ്ഡിതമതം. പണ്ഡിതർ പറയുന്നത് ബ്രഹ്മാവ് വന്ന് താമരപ്പൂവിനകത്ത് ഏതാണ് ആ സുഖാസനത്തിലിരുന്നു. അതായത് ആ സുഖാസനം പത്മാസനമാകാം. അതിനുശേഷം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവനും നിയന്ത്രിച്ചു. അതായത് കണ്ണുകൊണ്ട് പുറത്തുള്ളത് കാണാൻ ശ്രമിക്കാതെ അകത്തുള്ളത് കാണാൻ ശ്രമിച്ചു. കാതുകൊണ്ട് പുറത്തുള്ളത് കേൾക്കാൻ ശ്രമിക്കാതെ ഉള്ളിലുള്ള ശബ്ദം കേൾക്കാനായി ശ്രമിച്ചു. അങ്ങനെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ മുഴുവനും നിയന്ത്രിച്ച് പുറത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ തൻ്റെ ഉള്ളിനകത്തേക്ക് നോക്കാൻ തുടങ്ങി. ഇപ്പം ബ്രഹ്മാവിനെ ഇതുവരെ ബ്രഹ്മാവിന് താമരയെ താങ്ങി നിർത്തുന്നതാര്, താമര ജനിച്ചതെവിടെ, ഇതൊക്കെ കണ്ടെത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ബ്രഹ്മാവിന് താമരയെ താങ്ങി നിർത്തുന്നത് ആരെന്നറിയണ്ട, താമര എവിടെ നിന്ന് വന്നു, എവിടെ ജനിച്ചു, ഇതൊന്നും അറിയണ്ട. മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരാഗ്രഹം, മറ്റ് സകല ആഗ്രഹങ്ങളും ബ്രഹ്മാവ് ഉപേക്ഷിച്ചു. താമരയെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, താമര നാളത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, ഇത് എവിടുന്ന് വന്നു എന്നും ചിന്തിക്കുന്നില്ല. എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിട്ട് ഒറ്റ ആഗ്രഹത്തിൽ മനസ്സിനെ കൊണ്ടുവന്നു, ഭഗവാന്റെ അനുഗ്രഹം തേടണം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം വേണം. ആ ഒരൊറ്റ ആഗ്രഹത്തിൽ, ആ ഒരൊറ്റ ബിന്ദുവിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങി. അതിനെയാണ് ഏകാഗ്രതി എന്ന് പറയുന്നത്. ഏകാഗ്രതി എന്ന വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റെല്ലാം ഉപേക്ഷിച്ച് ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബ്രഹ്മാവ് സ്വീകരിച്ച ഈ മാർഗം വേണം നമ്മളും സ്വീകരിക്കാൻ. ബ്രഹ്മാവിൻ്റെ കയ്യിൽ ബ്രഹ്മാവ് 100 വർഷം അന്വേഷിച്ചു. നമുക്ക് അത്രയും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആകെ 60-70 വർഷമേ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ആയിട്ടും എല്ലാം കളഞ്ഞൊരു 40ാമത്തെ വയസ്സിൽ അന്വേഷണം തുടങ്ങിയാൽ പോലും പിന്നെ കയ്യിൽ 20-30 വർഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രഹ്മാവ് കണ്ടില്ലേ, താമര എവിടുന്ന് വന്നു, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ കിട്ടണമെന്ന ആഗ്രഹം. അതുപോലെ പട്ടതിരിപ്പാട് പറയുന്നത്, നിങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടണം, ഭർത്താവ് സ്നേഹിക്കണം, അല്ലെങ്കിൽ ഭാര്യ സ്നേഹിക്കണം, സുഹൃത്തുക്കൾ നല്ലതുപോലെ പെരുമാറണം, പണം വേണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കുക. ആ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താലോ എന്ത് ചെയ്താലോ ഭഗവാനെ കിട്ടുകയില്ല. ഇവിടെ മെഡിറ്റേഷനും ഒക്കെ ഉയർന്നു നിൽക്കുന്ന സിദ്ധികളുള്ള യോഗബലം സ്വീകരിച്ചിട്ട് പോലും ബ്രഹ്മാവിന് കിട്ടുന്നില്ല. അപ്പൊ ഇതിലൂടെ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് പകർന്നു തരുന്നത്. ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്, മറ്റുള്ള സകലതും ഉപേക്ഷിക്കണം. അതായത് നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണമെന്നൊരു ചൊല്ല് ഇവിടെയൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ലൗകിക ബന്ധങ്ങളിൽ മുഴുകി ജീവിക്കുകയും വേണം, എന്നാൽ ഭഗവാനെ കിട്ടുകയും വേണം. അങ്ങനെ പറഞ്ഞാൽ നടക്കുകയില്ല. ഭഗവാനെ കിട്ടണമെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കള് അതൊക്കെ ഡ്യൂട്ടി ചെയ്യണം. അവരെ കളഞ്ഞിട്ട് കാട്ടി പോകണമെന്നല്ല പട്ടതിരിപ്പാട് ഉദ്ദേശിക്കുന്നത്. അവരോട് ഒട്ടാതെ നിന്നുകൊണ്ട് അവരോടുള്ള കർമ്മങ്ങൾ ചെയ്യുക. ഒട്ടലാണ് പ്രശ്നം. ആ ഒട്ടലില്ലാതെ നിങ്ങളുടെ ഡ്യൂട്ടികളെല്ലാം ചെയ്യുക. മനസ്സിലൊറ്റ ആഗ്രഹം. ഇപ്പം മനസ്സിൽ മക്കൾക്ക് ജോലി കിട്ടണം, മോളെ കല്യാണം നടക്കണമെന്ന ആഗ്രഹമൊന്നും പാടില്ല. കാരണം അത് ഭഗവാൻ നോക്കിക്കൊള്ളും. അത് നിങ്ങൾ നോക്കിയാൽ നടക്കത്തില്ലല്ലോ. നിങ്ങൾ എത്ര നാളായി ആഗ്രഹിച്ചിട്ടും നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി ഒന്നിനോടും ഒട്ടാതെ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ചാൽ കിട്ടുന്ന ഒരേ ഒരാളാണ് ഭഗവാൻ. അല്ലാതെ ലൗകിക ജീവിതത്തിൽ മുഴുകിക്കഴിഞ്ഞ്
അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം മെഡിറ്റേഷനും ചെയ്ത് അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം അമ്പലത്തിലും പോയാൽ കിട്ടുന്ന ഒന്നല്ല ഭഗവാൻ എന്ന സത്യം ഭട്ടതിരിപ്പാട് പറയുന്നു. ഇനി നിങ്ങളുടെയൊക്കെ കയ്യിൽ എത്ര വർഷം? വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. അത് പാഴാക്കരുതേ, അത് പാഴാക്കരുതേ, അത് പാഴാക്കരുതേ. നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഈ ലൗകിക ബന്ധങ്ങളിൽ മുഴുകാതെ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത നാരായണനിൽ മനസ്സുറപ്പിക്കൂ. സാക്ഷാൽ നാരായണനിൽ മനസ്സുറപ്പിക്കൂ. രാധയുടെ നാരായണനിൽ മനസ്സുറപ്പിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.